പുനരുദ്ധാനത്തിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയിലാണ്, പുതു ഞായറാഴ്ചയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് കൗദാശിക അനുഭവങ്ങളുടെ ആദ്യ ഞായറാഴ്ചയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് പിതാക്കന്മാർ. തമ്പുരാൻ തന്റെ പരിശുദ്ധ ശ്ലീഹന്മാരെ ഉദ്ധാനത്തിന് ശേഷം മാളികയുടെ ഉള്ളിൽ വന്ന് കാണുകയും അവരെ പ്രത്യേകമായ ദൗത്യം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ക്രിസ്തുവിന്റെ സുവിശേഷം പകരുവാനുള്ള വലിയൊരു ദൗത്യം നൽകുന്ന കൗദാശിക അനുഭവങ്ങളുടെ ആരംഭമായി വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് ശേഷം കൗദാശിക അനുഭവങ്ങളുടെ സ്ഥാപനത്തിന്റെ സാക്രമെന്റൽ മിഷൻ ഒരു സഭയ്ക്ക് നൽകപ്പെടുന്നതിന്റെ ശ്രേഷ്ഠമായ അനുഷ്ഠാനമാണ് ഇന്ന് പുതു ഞായറാഴ്ച ഞാനും നിങ്ങളും അനുസ്മരിക്കുന്നത്. വേദഭാഗം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാകും, യേശുതമ്പുരാൻ 2 തവണയാണ് ആ വേദഭാഗത്തിൽ തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ നാളിൽ പുനരുദ്ധാനത്തിന് ശേഷം ഉടൻ തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. മാളികയിൽ ഭയവിഹ്വലരായി ഭയത്തോടെ യഹൂദന്മാരോടുള്ള പേടി നിമിത്തം അടച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു അവിടെ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, 12 ഒരുവനായ യൂദാ പോയതിനു ശേഷമുള്ള 11 പേരിൽ ഒരുവനായ തോമാശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തുന്നു. തന്റെ സഹശിഷ്യന്മാർ തോമാശ്ലീഹായോട് പറയുന്നു, ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന് പറയുമ്പോൾ തോമാശ്ലീഹ മാനുഷികമായ ബലഹീനതയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അവനെ ഞാനൊന്ന് കാണണം, അവന്റെ വിലാപ്പുറത്തിന്റെ കൈയൊന്ന് വെക്കണം, അവന്റെ മുറിപ്പാടുകളെ ഒന്ന് തഴുകിയെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. 8 നാളുകൾക്കു ശേഷം യേശുതമ്പുരാൻ വീണ്ടും അവർക്ക് പ്രത്യക്ഷമാകുന്ന അനുഗ്രഹീതമായ ചിത്രം നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും. ചുറ്റുപാടുമുള്ള ഭയത്തിന്റെ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടങ്ങളിൽ അടച്ച മാളികയിലിരിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് ഇവിടെ ദർശിക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഇത് തന്നെയല്ലേ? ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊട്ടിയാഘോഷിച്ച പ്രചരണങ്ങളും വലിയ വാഗ്ദാനങ്ങളുമൊക്കെ നൽകിയ ജനപ്രതിനിധികൾ വോട്ടിന് ശേഷം വലിയൊരു ആകാംക്ഷയുടെ മുൾമുനയിൽ 1 മാസത്തോളം കാത്തിരിക്കുന്ന ഭയവിഹ്വലരായി എന്തും സംഭവിക്കാമെന്നുള്ള പ്രതീക്ഷയോടെയൊക്കെ കാത്തിരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ അവസ്ഥയും ഇതിന് സമമായിരുന്നു. യഹൂദാജനം അവനെ ഓശാന പാടിക്കൊണ്ടുവന്നുവെങ്കിലും അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് അട്ടഹസിച്ചുകൊണ്ട് ഗോകുൽത്തായുടെ മലമുകളിൽ ലോകത്തിന് വേണ്ടി സ്വയം യാഗമായി തീർന്ന ക്രിസ്തുവിനെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനുശേഷം ഭയം അവരെ പിടികൂടുകയാണ്. അനിശ്ചിതത്വത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇനിയും തങ്ങളെയും അവർ കൊല്ലുമോ എന്ന പേടിയിൽ കഴിയുന്ന യഹൂദാജ ശിഷ്യന്മാരുടെ സമൂഹത്തെ നമ്മൾ ഇവിടെ ദർശിക്കുമ്പോൾ അവരുടെ മധ്യയാണ് ക്രിസ്തു വന്നിട്ട് ആശംസിക്കുന്നത്, നിങ്ങൾക്ക് സമാധാനമെന്ന്. ഓരോ ദിവ്യബലിയിലും ഞാനും നിങ്ങളും സംബന്ധിക്കുമ്പോൾ കാർമ്മികൻ അനേകം തവണ തിരിഞ്ഞു നിന്ന് ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. ക്രിസ്തുവിന്റെ സമാധാനമാണ് എന്നിലും നിങ്ങളിലും വസിക്കുന്നത് എന്ന് നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും. അവിടെ വേദഭാഗത്ത് പറയുന്നുണ്ട്, അവൻ തൻ്റെ ശിഷ്യന്മാരുടെ മേൽ ഊതി എന്ന് രേഖപ്പെടുത്തുന്നു. പ്രിയ ദൈവജനമേ, ഏദൻ തോട്ടത്തിൽ കളിമണ്ണ് കുഴച്ചുകൊണ്ട് സൃഷ്ടാവാം ദൈവം ആദമിനെയും ഹൗവയെയും സൃഷ്ടിച്ചുവെങ്കിൽ അതിനുശേഷം അവരുടെ മൂക്കിലേക്ക് ജീവശ്വാസമൂതിയെങ്കിൽ ഇന്ന് വീണ്ടും ഒരു പുനർസൃഷ്ടിയുടെ അനുഭവമാണ്, ഒരു പുനർസൃഷ്ടിയുടെ നവീകരണത്തിന്റെ അനുഭവമാണ്. അവൻ തൻ്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞു ഊതിയെങ്കിൽ ഇന്ന് ആരാധനയിൽ ഞാനും നിങ്ങളും സംബന്ധിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുവാൻ, ജീവശ്വാസം പ്രാപിച്ചവരായി മടങ്ങിപ്പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. 2 ചിന്തകൾ മാത്രം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉപാധികളില്ലാത്ത സമാധാനം. ക്രിസ്തു നൽകുന്നത് ഉപാധികളില്ലാത്ത സമാധാനമാണ്, ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സമാധാനം.
നമ്മുടെ ചുറ്റുപാടും ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെങ്കിൽ സാധാരണ സീസ് ഫയർ ആണോ? അല്ല, കണ്ടീഷനുകൾ. ഇറാൻ 10 കണ്ടീഷൻ വെച്ചെങ്കിൽ അമേരിക്ക 15 കണ്ടീഷനുകൾ വെച്ചുള്ളൊരു സീസ് ഫയർ, ഒരു സമാധാനം. അങ്ങനെ ഒരു കണ്ടീഷണൽ ആയിട്ടുള്ളൊരു സമാധാനമാണ്. നമ്മളുടെയൊക്കെ ഭവനങ്ങളിലും ഇന്നത് ചെയ്തു തരാമെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം. ചില വാശികൾക്കൊക്കെ മറുപടി നൽകുമ്പോൾ സമാധാനം വരുവാൻ പല കോംപ്രമൈസുകൾക്കും ഞാനും നിങ്ങളുമൊക്കെ നിൽക്കാറില്ലേ? ഇവിടെയാണ് ക്രിസ്തുവിന്റെ സമാധാനം വ്യത്യസ്തമാകുന്നത്. കണ്ടീഷൻ ഒന്നുമില്ല, ഉപാധികളൊന്നുമില്ല. ഇത് ലോകം തരുന്നത് പോലെയല്ല എന്ന് ക്രിസ്തു പറയുന്നുവെങ്കിൽ ആ സമാധാനത്തിന്റെ അംശികളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. പ്രിയ ദൈവജനമേ, അവിടെ സമാധാനം നൽകിയവരിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവരുണ്ട്. അവനെ ക്രൂശിലേറ്റുവാൻ പോയപ്പോൾ ഓടിമറഞ്ഞവരുണ്ടായിരുന്നു. പെസഹായുടെ നാളിൽ തൻ്റെ മാറോട് ചേർന്നിരുന്ന പ്രിയ ശിഷ്യനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരെ എല്ലാവർക്കും ചേർത്ത് നിർത്തുന്ന ക്രിസ്തു സമാധാനം. പ്രിയ ദൈവജനമേ, ആ സമാധാനത്തിന്റെ അംശികളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. ആ സമാധാനം എനിക്കും നിങ്ങൾക്കും ലഭിക്കുമ്പോൾ പിന്നെ ഭയത്തിന് സാധ്യതയില്ല, നിരാശയ്ക്ക് അവിടെ ഒരു സാധ്യതയില്ല. പകരം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ. അതുകൊണ്ടാണല്ലോ തൻ്റെ ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, തോമാശ്ലീഹ ഇനി ഭാരതം വരെ വന്നതും ജീവൻ പോലും ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കുവാൻ സ്വയം സമർപ്പിതനാകുന്നത് ഈ സമാധാനത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. പ്രിയ ദൈവജനമേ, ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ അംശികളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. രണ്ടാമതായി സാക്ഷീകരിക്കുന്നതാണ് ക്രിസ്തുവിന്റെ മുറിപ്പാടുകൾ. ക്രിസ്തുവിന്റെ മുറിപ്പാടുകൾ അവ സാക്ഷീകരിക്കുന്നത്, ടെസ്റ്റിഫൈ ചെയ്യുന്നതാണ്. ഒരുപക്ഷെങ്കിൽ ഉദ്ധിതനായ ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട തന്റെ ശരീരത്തോടുകൂടി കടന്നു വരുമ്പോൾ അവന്റെ കൈകളിൽ ആണിപ്പാടുകൾ ഉണ്ടായിരുന്നു. അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തേറ്റ പാടുണ്ടായിരുന്നു. ഇവ സാക്ഷീകരിക്കുന്നതാണ്. ഒരു പക്ഷെങ്കിൽ ഇതൊരു കേവലം കെട്ടുകഥയോ മിഥ്യയോ ഒന്നുമല്ല, മറിച്ച് ഇത് പുനരുത്ഥാനത്തിന്റെ യാഥാർത്ഥ്യമാണ് എന്ന്, ഇത് വീണ്ടെടുപ്പിന്റെ മഹത്തായ സൂചനയാണ് എന്ന്, ചിഹ്നമാണ്, അടയാളം എന്ന് വിശേഷിപ്പിക്കുന്നതായിരുന്നു ഈ തമ്പുരാന്റെ തിരുശരീരത്തിലെ മുറിപ്പാടുകൾ. സഖറിയ പ്രവാചകൻ ചോദിക്കുന്നുണ്ടല്ലോ, നിന്റെ കൈകളിലെയും കാലുകളിലെയും ഈ മുറിവുകൾ എന്താകുന്നു? അപ്പൊ പറയുന്നു, എൻ്റെ സ്നേഹിതന്മാരുടെ ഭവനത്തിൽ വെച്ച് ഞാൻ ഏറ്റ അടിയുടേതാകുന്നുവെങ്കിൽ. പ്രിയ ദൈവജനമേ, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു സ്വയം യാഗമായി തീർന്നു എന്നുള്ള ബോധ്യം, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം ലഭിച്ചു എന്നുള്ളൊരു സാക്ഷ്യത്തിലേക്ക് വളരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. ആ മുറിപ്പാടുകൾ സംശയാലുക്കളെ സ്ഥിരീകരിക്കുന്നതായിരുന്നു. ആ മുറിപ്പാടുകൾ സൗഖ്യം പകരുന്നവയായിരുന്നു. അതുകൊണ്ടാണല്ലോ പാടുന്നത്, നിൻ മുറിവുകളീന്നേറ്റേൻ മൂറോൻ മണമെന്നാഥ, സൗരഭ്യം പകർത്തുന്ന പരിമളവാസന പകരുന്ന ശ്രേഷ്ഠമായ അടയാളമാണ്, ചിഹ്നമാണ്. പ്രിയ ദൈവജനമേ, ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ അനേകം മുറിപ്പാടുകൾ പേറിയല്ലേ ജീവിക്കുന്നത്? ജീവിതത്തിലെ പ്രതിസന്ധിയുടെ മധ്യേ, നൊമ്പരങ്ങളുടെ മധ്യേ അനേകം മുറിവുകൾ ആന്തരികമായി നമ്മുടെ ശരീരത്തിൽ ഞാനും നിങ്ങളും കൊണ്ടു നടക്കാറില്ലേ? പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഇത് മറച്ചു പിടിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. മറ്റുള്ളവരാരും കാണരുതെന്ന് പറഞ്ഞ് ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. ഇവിടെയാണ് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത്, നിനക്ക് ലഭിച്ച മുറിപ്പാടുകൾ അത് ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതാവണം. നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച പങ്കപ്പാടുകൾ, വേദനകൾ, നൊമ്പരങ്ങൾ അവ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതായി തീരുവാൻ സാധിക്കണം. അത് വേദനയുടേതല്ല, നിരാശയുടേതല്ല, അത് അതിജീവനത്തിൻ്റെതാണ്, ക്രിസ്തുവിൽ ഉള്ള പ്രത്യാശയുടേതാണ്. അവൻ നമ്മെ വിടുവിക്കും, അവൻ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും, അവൻ അവൻ്റെ ഉള്ളം കയ്യിൽ താങ്ങി നടത്തുമെന്നുള്ളൊരു വലിയ സാക്ഷികളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. വേദഭാഗത്ത് തോമാശ്ലീഹ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മുറിവുകളിൽ തൊട്ടി വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്. തോമാശ്ലീഹായ്ക്ക് കൊടുക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്. അവനെ ദിദിമോസ് എന്ന പേരാണ് വിളിച്ചിരുന്നത്. സുവിശേഷങ്ങളിൽ പല ആവർത്തി ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന, ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമസിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും
എങ്ങും തന്നെ അവന്റെ സഹോദരൻ, ഇരട്ട സഹോദരൻ ആരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പ്രിയ ദൈവജനമേ, വിശ്വാസത്തിൽ തോമാശ്ലീഹായുടെ ഇരട്ട സഹോദരങ്ങളായി തീരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. വിശ്വാസത്തിൽ നമ്മെ ജനിപ്പിച്ച തോമാശ്ലീഹായുടെ ആ സാക്ഷ്യത്തിൽ ഇരട്ടകളായി തീരുവാൻ വേണ്ടി, സഹോദരനായി തീരുവാൻ, സഹോദരികളായി തീരുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ആ വിധത്തിൽ ആ വിശ്വാസ ബോധ്യത്തിൽ നിലകൊണ്ടുകൊണ്ട് ഉപാധികളില്ലാത്ത സമാധാനത്തിന്റെ അംശികളായി, വാഹകരായി തീരുവാനും നമ്മുടെ മുറിപ്പാടുകൾ അവ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതായി തീരുവാൻ സാധ്യമാകണം. ഇന്ന് പ്രത്യേകമായി ഏപ്രിൽ 12-ാം തീയതി സൗഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ, കോട്ടയം ഭദ്രാസനാധിപനായിരുന്ന ഞാലിയാങ്കുഴിയിൽ ഖബറടങ്ങിയിരിക്കുന്ന ഇവാനിയോസ് തിരുമേനിയുടെ അനുസ്മരണം, ഓർമ്മ ദിനം കൂടിയാണ്. തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തു സാക്ഷിയുടെ ഏറ്റവും മകുടമായി, ഉദാഹരണമായി ജീവിച്ചിരുന്ന ഒരു വിശുദ്ധ ജീവിതം നയിച്ചൊരു പിതാവ്, ആ വന്യപിതാവിൻ്റെ പ്രാർത്ഥനയിൽ അനുസ്മരണപ്പെട്ടുകൊണ്ട് ആ പിതാവിനെ പോലെ തോമാശ്ലീഹായുടെ ഇരട്ടകളായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് വാക്കു ചുരുക്കുന്നു. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ.